ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വളരെ കൂളായിട്ട് വന്നങ്ങ് ഇറങ്ങിയില്ലേ. ഗീതുവിൻ്റെ വരവും നിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികാമ്മയൊക്കെ ഒന്ന് പകച്ചു. ദൈവമേ, ഇവളിനി എന്തായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ ഓർത്തിട്ട്. ഗീതുവിന് ആരോടും ഒന്നും പരാതിയില്ല, പരിഭവമില്ല, ആരോടും പിണക്കമില്ല, ഇണക്കം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഗീത് വന്നതിന് ശേഷം ഗോവിന്ദനോടാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയുടെയും അതുപോലെ തന്നെ വരുണിൻ്റെയും വക്കീലിൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അവരുമായിട്ടാണെങ്കിലും വളരെ കൂളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയൊക്കെ ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും കോടതിക്കകത്തേക്ക് കയറാൻ തൊട്ട് മുമ്പ്, അതായത് നിമിഷങ്ങൾ ബാക്കി നിൽക്കെ നമ്മുടെ ഗീതു അവർക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തു. എന്തായാലും ഇവിടെ ആ ഒരു തീരുമാനമെടുക്കുന്നത് ഇവർക്ക് അനുകൂലമാവട്ടെ എന്നുള്ള ആശംസകൾ വരെ കൊടുത്തിട്ടാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഗീതു അങ്ങ് ചെന്ന് കയറുമ്പോൾ എന്തോ വലിയൊരു നാണക്കേടൊക്കെ ഗീതുവിനെ കാത്തിരിപ്പുണ്ടെന്നുള്ളൊരു സന്തോഷത്തിൽ ഗീതുവും മകനും വക്കീലും ഒക്കെ കൂടെ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. ദൈവമേ, ഗീതു അകത്ത് കയറി ചെല്ലുമ്പോൾ നാണം കെടുമല്ലോ, അപ്പോൾ ഞാൻ അതിനൊരു കാരണമാകുമല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നു. പക്ഷേ ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം സത്യങ്ങളെല്ലാം ഗീതുവിന് അറിയാവുന്നത് കൊണ്ട് ഗീതുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ അപ്പോഴേക്കും കോടതിയിലേക്ക് ഓടിക്കതച്ച് നമ്മുടെ പ്രിയയും വിനോദൊക്കെ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴും ഇവരെല്ലാവരും അവിടെ നിൽക്കുകയല്ലേ. അങ്ങനെ അവർ കയറി വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദേട്ടനെ കണ്ടു ഓടി അടുത്തേക്ക് ചെന്നു. എന്താ ഗോവിന്ദേട്ട ഇത്? ഗോവിന്ദേട്ടൻ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ പ്രിയ അന്നേരം ചോദിക്കുക. ഇതാണോ ഏട്ടൻ എനിക്ക് തന്ന വാക്ക് എന്നൊക്കെ ചോദിച്ചപ്പം ഞാനായിട്ട് വാക്ക് തെറ്റിക്കാനോ അല്ലെങ്കിൽ ആർക്കും തന്ന വാക്ക് പാലിക്കാതിരിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും ഇതൊക്കെ ഗീതുവിൻ്റെ പരിപാടികളാണെന്ന് പറയുമ്പോൾ ഗീതു ചേച്ചിയുടെ പരിപാടിയോ? അതെന്താ ഗോവിന്ദേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് വിനോദ് അന്നേരം ചോദിച്ചു. ഗീതുവാണ് ഈ ഡിവോഴ്സിന് തയ്യാറാണ് അല്ലെങ്കിൽ സമ്മതമാണെന്നും പറഞ്ഞുകൊണ്ട് ആ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്തതെന്നുള്ള കാര്യം പറയുക. ഗീതു വെച്ച് അങ്ങനെ ചെയ്തോന്ന് പ്രിയ ചോദിച്ചു. അതാ ഗീതു ചെയ്ത കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. വേഗം തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പ്രിയ. അപ്പം ഗീതു ഇവരെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഗീതുവിനോട് ചോദിച്ചു, ഇതെന്താ ഗീതു ചേച്ചി ഞാൻ ഈ കേൾക്കുന്നത്? ഗീതു ചേച്ചി ഈ ഡിവോഴ്സിന് സമ്മതിച്ചെന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഗീതു ചേച്ചിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പം, മോളെ അതൊന്നും ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞാലേ നിനക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ അതിനൊക്കെയുള്ള ഉത്തരം കോടതിക്കകത്ത് കിട്ടും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ഇപ്പം ഞാൻ അതിനുള്ള ഉത്തരങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ത്രില്ലൊന്നുമില്ല. അകത്ത് ചെന്ന് എല്ലാവരുടെയും കാണിക്കെ ജഡ്ജ് സഹിതം ഇരിക്കുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കുന്നത് നല്ല കാര്യമല്ലേ? അതല്ലേ നല്ലത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പോസിറ്റീവ് മൈൻഡിൽ സംസാരിച്ചു പ്രിയയെ കൺവിൻസിക്കാക്കുന്നു. അപ്പം ഗീതു ചേച്ചിക്ക് എതിരെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ പ്രിയയ്ക്കും മനസ്സിലായി. അപ്പോൾ വിനോദാണെങ്കിൽ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴും കൂടുതലൊന്നും നമ്മുടെ ഗീതു പറഞ്ഞില്ല. അങ്ങനെ ഇവർ കോടതിക്ക് അകത്തേക്ക് കയറാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയി. അകത്തുനിന്ന് കേസ് വിളിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ചെന്ന് എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നു. ജഡ്ജി ഇരിക്കുന്നു. അങ്ങനെ ഇവരുടെ കേസ് വിളിച്ചു. ഗോവിന്ദ ആ കൂട്ടിൽ കയറി നിൽക്കുന്നു. അപ്പുറം മാറി രാധികയും മകനും അതുപോലെ പ്രിയയും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദനെ കൂട്ടിൽ കയറ്റി നിർത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങി. വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതാഞ്ജലിയെ വിളിപ്പിക്കാൻ പറഞ്ഞു. ഗീതാഞ്ജലി കൂട്ടിൽ കയറി നിന്നു. അപ്പോൾ ഗീതാഞ്ജലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി ഇങ്ങനെ ഗീതാഞ്ജലിയെ ഒന്ന് നോക്കി. അങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, കുട്ടിക്ക് വക്കീലില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രാധികയൊക്കെ ഇരുന്ന് ചിരിക്കും അപേക്ഷ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ. അങ്ങനെ അപേക്ഷ എന്താണെന്ന് ചോദിച്ചപ്പം എൻ്റെ കേസ് എനിക്ക് സ്വയം വാദിക്കാനുള്ള അനുവാദം ഈ കോടതിയിൽ നിന്നും തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാധിക എല്ലാവരും ഞെട്ടിപ്പോയി. ഗീതു കൊണ്ടുവന്നിട്ടത് വെറും ട്വിസ്റ്റല്ല, ഒടുക്കത്തെ ട്വിസ്റ്റായിപ്പോയി. ഒരിക്കലും ഇവരാരും പ്രതീക്ഷിച്ചില്ല ഗീതു വക്കീലിൻ്റെ സ്ഥാനത്തേക്ക് വരുമെന്ന്. ഗീതു പിടിക്കുന്ന വക്കീലിനെ തോപ്പിച്ച് തുന്നം പാടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വലിയ കൊമ്പത്തെ വക്കീലിനെ പിടിച്ച് രാധിക നിന്നത്. പക്ഷേ പണി പാലും വെള്ളത്തിലല്ല, എന്താ പറയുന്നത്, അരച്ച് കലക്കി അങ്ങ് വായിലേക്ക് ഒഴിച്ചു കൊടുത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഗീതുവാണ് തൻ്റെ സ്വന്തം കേസ് വാദിക്കുന്നത് എന്നുള്ളൊരിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പോലും ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും പ്രിയയുടെ മുഖം അങ്ങ് പുഞ്ചിരി കൊണ്ട് അങ്ങ് തൂകി നിൽക്കുക. എന്താ പറയുന്നത്, താമരമുട്ട് വിടർന്നതുപോലെ ഇങ്ങനെ സന്തോഷം കൊണ്ട് നമ്മുടെ പ്രിയ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഗീതുവിന് ആ ഒരു അനുവാദം നമ്മുടെ ജഡ്ജ് കൊടുക്കുകയും ചെയ്തു. സ്വന്തം കേസ് വാദിക്കാൻ ഗീതുവിനെ സമ്മതിപ്പിച്ചു. എന്തായാലും ഗീതു അവിടെ നിന്ന് അങ്ങ് തകർക്കുക എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. പല കാര്യങ്ങളും ഇനിയിപ്പോൾ പുറത്ത് വരുമെന്നുള്ള പേടിയായി രാധികയ്ക്ക് അവിടെ ഇരിക്കണോ ഇറങ്ങണോ ഓടണോ ഇതൊക്കെയായി. അപ്പോഴേക്കും രാധിക കൂട്ടുപിടിച്ച ഗോവിന്ദൻ്റെ വക്കീലിനും ടെൻഷനായി.
അപ്പോൾ ഈ പെണ്ണിനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? മാനസിക വിഭ്രാന്തിയുള്ള ഒരു പെണ്ണ് ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്നുള്ള കാര്യം ജഡ്ജിക്ക് മനസ്സിലാകും. കാരണം അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിയുമ്പോൾ തന്നെ കുറച്ചൊക്കെ അവളെക്കുറിച്ചുള്ള ഒരു വ്യക്തിത്വം മനസ്സിലാകുമല്ലോ. അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ ജഡ്ജിയുടെ മുന്നിൽ ഈ വക്കീലും നിൽക്കുക. അപ്പോൾ വക്കീലിനോട് കേസ് വാദിക്കാനായിട്ട് പറഞ്ഞു. വക്കീലാണെങ്കിൽ നേരെ ചെന്ന് നിന്ന് നമ്മുടെ ഗോവിന്ദിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഗോവിന്ദാണെങ്കിൽ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതങ്ങനെ തുറന്നങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ, ഗീതുവിനെ അവരുടെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ഗോവിന്ദനെ മനസാക്ഷിയോ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും ഗീതു ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇതിനകത്ത് എന്തോ ഒരു ചതി ഉണ്ടെന്നുള്ള കാര്യം ഗോവിന്ദന് വ്യക്തമാവുകയും ചെയ്തു. എന്നിരുന്നാലും ഈ കഥയ്ക്ക് ഒരു അവസാനം വേണം. വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗോവിന്ദ് മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദ് വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ക്രൂവലല്ലാത്ത രീതിയിൽ, എന്നാൽ ഗീതുവിനെയും അതുപോലെ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, എന്നാൽ ഗീതുവിനൊരു കുഴപ്പവും വരാത്ത രീതിയിലൊക്കെയുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ഗീതാഞ്ജലി വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എല്ലാം തോലച്ചു എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. മകനെ നേരെ അമ്മയുടെ ചെവിയിൽ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മേ, ഈ ഏട്ടനെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ലെന്ന്, ഈ ഏട്ടനെല്ലാം കുളവാക്കും, അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഗീതുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഗീതുവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഗീതു പറഞ്ഞു. അപ്പോൾ ഈ ഒപ്പിട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു അത് ഒപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം ജഡ്ജിക്ക് മുന്നിൽ പരസ്യമായി വിളിച്ചു പറയാം. അപ്പോൾ ഗീതാഞ്ജലിയുടെ സൈൻ വന്നത് ഗീതാഞ്ജലി അറിയാതെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ മാനസിക വിഭ്രാന്തിയുടെയും അതുപോലെ തന്നെ കാമുകൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചോദിച്ച് നമ്മുടെ ഗീതുവിനെ മാനസികമായിട്ട് തകർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗീതു ആ കൂട്ടിൽ നിന്ന് നാണം കെട്ട് തൊലി ഉരിഞ്ഞ് മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്ന രാധികയ്ക്കൊക്കെ തെറ്റിപ്പോയി. ഇതല്ല, ഇതിനേക്കാളും വലിയ രാജവെമ്പാല വരുമെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് നമ്മുടെ ഗീതു ആ കോമ്പൗണ്ടിൽ കാലെടുത്ത് വെച്ചതെന്ന് രാധികയ്ക്കോ രാധികയുടെ മകനോ വക്കീലിനോ ഈ പറയുന്ന ഗോവിന്ദന് പോലും മനസ്സിലായിട്ടില്ല. എന്തായാലും ഗോവിന്ദിനോടും അതുപോലെ ഗീതുവിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം അയാളുടെ ഊഴം കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഗീതുവിന് വാദിക്കാനുള്ള സമയമായി എന്നുള്ള കാര്യം ജഡ്ജി പറയാം. നമ്മുടെ ഗീതു കളത്തിലേക്ക് അങ്ങ് ഇറങ്ങിയില്ലേ, ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ രാധികയെയും അതുപോലെ വരുണിനെയും പിന്നെ ഈ പറയുന്ന നമ്മുടെ വക്കീലിനെയും ഒക്കെ ഒന്ന് ഇരുത്തി നോക്കി സന്തോഷിച്ചിട്ടാണ് ഗീതു ഇറങ്ങിയത്. ഗീതു അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചറ പറന്ന് 4 ചോദ്യങ്ങളും ചോദിച്ചു. ഓരോരുത്തരെയായിട്ട് വിസ്തരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ ഗീതുവിൻ്റെ ആ സ്മാർട്ട്നെസ്സും ഗീതുവിൻ്റെ ആ സത്യസന്ധതയും ആ ഒരു കാര്യത്തിനോടുള്ള ഗീതുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജഡ്ജിക്ക് പോലും ഗീതുവിനോട് ഭയങ്കരമായിട്ടൊരു താല്പര്യം തോന്നിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ ഗീതു ഇവിടെ കേസ് വാദിച്ചത്. അങ്ങനെ സകല കാര്യങ്ങളും മണി പോലെ നമ്മുടെ ഗീതു ഓരോരുത്തരെ കൊണ്ടും പറയിച്ചു. ഗോവിന്ദനെ കൊണ്ട് പോലും ഗോവിന്ദൻ സ്വന്തം വക്കീലിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വേറെയാണെന്നും സത്യമല്ലെന്നും എന്താണ് സത്യമെന്നുള്ള കാര്യം ഗോവിന്ദനെ കൊണ്ട് തന്നെ നമ്മുടെ ഗീതു പറയിച്ചു. ഗീതു അങ്ങനെ എന്താ പറയുന്നത്, കോടതി മുറി ഇളക്കി മറിച്ചൊരു വക്കീലായി മാറി. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ വാക്കുചാതുര്യത്തിന് മുന്നിൽ എല്ലാവരും തോറ്റു തുന്നം പാടി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക. കാരണം അതേ അവർക്ക് നിവർത്തിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ ചമ്മി ഐസായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ജഡ്ജിയോട് വക്കീലിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു അങ്ങ് പറഞ്ഞു. അതിനുശേഷം ഈ ഒപ്പ്, ഇപ്പോൾ ഗീതു ഇട്ട് കൊടുത്തിരിക്കുന്ന ഒപ്പ്, അതിൻ്റെ പേരിലാണ് ഈ കേസ് ഇവിടെ എത്തിയതെന്നും പറഞ്ഞുകൊണ്ട് കിടന്നെടുത്ത് കിടന്ന് ഉരുളുകയും അതുപോലെ തന്നെ ബാക്കി കയറി പിടിക്കാനും ശ്രമിക്കുകയാണ് രാധികയുടെ വക്കീൽ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഗീതു ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്താ, ഗീതുവിൻ്റെ ഒറിജിനൽ ഒപ്പും ഇതിലുള്ള ഒപ്പും തമ്മിലുള്ള ആ ഒരു ഇത്. അങ്ങനെ നമ്മുടെ ഗീതു ആ പേപ്പർ കൊടുത്തു. ജഡ്ജി അത് വായിച്ചു നോക്കി. ജഡ്ജി അത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, അവർ തന്നിരിക്കുന്ന പേപ്പറിലെ സൈനും ഗീതു ഇട്ട് കൊടുത്തിരിക്കുന്ന സൈനും തമ്മിൽ ഡബിൾ വ്യത്യാസമാണ്. കാരണം ഗീതുവിൻ്റെ ഒപ്പല്ല അതിൽ കിടക്കുന്നത്. ചെറിയ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ ഒപ്പും ആ പേപ്പറിലെ ഒപ്പും രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ സമർപ്പിച്ച ഈ ഒരു ഹർജിയിലെ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിലെ ഒപ്പ് ഗീതാഞ്ജലിയുടെ ഒപ്പല്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രൂപ 50 ലക്ഷം കണ്ണിക്കൂടെ പോവുകയും ചെയ്തു. ഒന്നും നടന്നതുമില്ല. അങ്ങനെ നമ്മുടെ രാധിക ഇങ്ങനെ മേപ്പോട്ട് നോക്കി അവിടെ അങ്ങനെ ഇരിക്കുന്നു. എല്ലാം കൈവിട്ട് പോയി, ഒന്നും കയ്യിലില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ രാധികയ്ക്ക് കയ്യിലിരുന്നത് പോകുകയും ചെയ്തു, കക്ഷത്തിലിരിക്കുന്ന എടുക്കാനും പറ്റിയില്ല എന്നുള്ളൊരവസ്ഥ. രാധികയെ തകർത്തു വാരിക്കൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നല്ല സ്മാർട്ട് ഗേളായിട്ട് കേസൊക്കെ വാദിച്ച് നല്ല അഭിമാനത്തോടെ തലയെടുപ്പോട് കൂടി ഇരിക്കുക. ഇനിയിപ്പോൾ വരാനുള്ളതേ ആ ഒരു ഇവരുടെ കേസൊക്കെ കഴിഞ്ഞതിൻ്റെ വിധിയാണ്. ആ വിധി ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ രാധികയ്ക്ക് പൂർത്തിയായിക്കോളും. ബിരിയാണി കഴിക്കാതെ തന്നെ രാധികയുടെ വയറ് നിറഞ്ഞൊരു കണ്ടീഷൻ ആയിക്കോളും. അതുപോലെ തന്നെ മകനും.
അതുപോലെ തന്നെ ഈ വക്കീൽ, അതായത് രാധികയൊക്കെ വിളിച്ച വക്കീലിൻ്റെ വകയും രാധികയ്ക്കും മകനും ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗെറ്റപ്പ് എപ്പിസോഡും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.